ഒരു മുയലല്ലേ അത്? എന്ത് രസമാതിനെ കാണാൻ. അതിന്റെ കൂടെ കളിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും. ഹായ് ഡിയർ, പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ പേര് ജോമിയ. ഇവിടെ അടുത്താ എന്റെ വീട്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പോവാ, നേരം വൈകി. അമ്മ തിരക്കുന്നുണ്ടാവും. എന്ത് പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? അമ്മേ, ഞാനിന്ന് ഒരു മുയലിനെ കണ്ടു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ പുറത്തേക്ക് വന്നില്ല. അത് സാരമില്ല. അത് ചിലപ്പോൾ മുയൽ മോളെ കണ്ടപ്പോൾ പേടിച്ചു പോയി കാണും, അതാ. അതെന്തിനാ എന്നെ കാണുമ്പോ പേടിക്കുന്നത്? ഞാൻ കളിക്കാനല്ലേ വിളിക്കുന്നത്. അതാ മുയലിന് അറിയില്ലല്ലോ മോളെ. മോളെ ജോമി, നിനക്ക് മുയലിന്റെ കൂടെ കളിക്കണമെങ്കിൽ ആദ്യം മുയലിന്റെ സ്നേഹം പിടിച്ചു വെക്കണം. നീ അതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അതിന് ബോധ്യപ്പെടണം. അതിനിപ്പോ എന്താ ചെയ്യാ? വാ, കാണിച്ചു തരാം. ഉറക്കെ സംസാരിക്കരുത്, പതുക്കെ പറയണം കേട്ടോ. ഇത് നമ്മുടെ ആ മുയലിനുള്ളതാണ്. മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ക്യാരറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കേണ്ടത്. ടോമിയുടെ ഒരു വിവരവും ഇല്ലല്ലോ. ടോമി മോനെ, ടോമി. എന്താണ് ടോമി ഇത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന്. അവിടെ നിന്ന് എഴുന്നേൽക്ക്. എന്താ ഇത് കോലം? ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. വേഗം നടക്ക, അങ്ങോട്ട് പോയി കുളിക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ്. എല്ലാവരും ടീച്ചർ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം. അവിടെ മങ്കി ഉണ്ടാവുമോ? മങ്കി മാത്രമല്ല, വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതെന്ത് കോലമാ ടോമി? നീ എന്താ മണ്ണിൽ കുളിച്ചോ? അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കളിച്ചപ്പോ. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇതിനു മുമ്പ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ എങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം.
മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം. അത് വായിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക. രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, അതുകൊണ്ട്. ഗുഡ്, അതും ഒരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല കാരണം. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനുമാവില്ല. അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. അങ്കിൾ, ഈ മൃഗശാലയിൽ മങ്കി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോമി. ടോമി, ഇങ്ങു വന്നേ, ചോദിക്കട്ടെ. ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ. അത് പിന്നെ സ്കൂളിലെ ഓട്ടവും ചാട്ടവുമായിരുന്നു, അങ്ങനെ ആയതാ. എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ. ടീച്ചർ, കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ. ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ എന്നും വൃത്തിയുള്ള കുട്ടിയായിരിക്കും. ഗുഡ് മോർണിംഗ് ജോമി. എഴുന്നേക്കുന്നില്ലേ അമ്മയുടെ മോൾ? അമ്മേ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പ്ലീസ്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇടണ്ടേ? ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണെന്ന് മറന്നുപോയോ? ഓ, പറഞ്ഞ പോലെ ഇന്നാണല്ലേ എന്റെ ബർത്ത്ഡേ. ഞാനത് മറന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. താങ്ക് യു മമ്മി. അപ്പോൾ വൈകിട്ട് എന്താ പരിപാടി? ഫ്രണ്ട്സിന് ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കാം. പിസയും കേക്കും എല്ലാം വേണം. പായസം ഞാൻ ഉണ്ടാക്കാം. അതിനെന്താ, ഇന്ന് മോളെ ദിവസമല്ലേ, അമ്മ സഹായിക്കാം. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിക്കട്ടെ. താങ്ക് യു ഡാഡി. ഹാപ്പി ബർത്ത്ഡേ ജോമി. എല്ലാവരും വേഗം വന്നേ, കേക്ക് മുറിക്കാൻ സമയമായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോമി. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ, അത് പറയാൻ മറന്നു. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. എന്താ? അതെന്താ അലക്സ്, പായസം കുടിക്കില്ലേ? വേണ്ട ആന്റി, എനിക്ക് കേക്ക് മതി. അതെന്താ, ഞാൻ ഉണ്ടാക്കിയ പായസമാണെന്ന് പറഞ്ഞിട്ടാണോ? ഓ, അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് കേക്ക് മതി.
അത് സാരമില്ല, പോട്ടെ. അറിയാതെ തട്ടിപ്പോയതല്ലേ, ആന്റി തുടച്ചോളാം. ഓഹോ, നല്ലൊരു ദിവസമായിട്ട് നീ ഇതെന്ത് പണിയാ ചെയ്തത്? അലക്സ്, എനിക്കിനി കേക്കില്ല. സോറി ജോമി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഞാനും കൂടി വൃത്തിയാക്കാൻ സഹായിക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിനക്കിനി എന്ത് പറഞ്ഞാലും കേക്കില്ല. ജോമി, അതവൻ അറിയാതെ തട്ടിപ്പോയതല്ലേ, ഒന്ന് ക്ഷമിക്ക്. കഴിഞ്ഞ ആഴ്ച നീ ചെയ്തത് ഓർമ്മയുണ്ടോ? എന്ത്? നിലത്ത് വീണ അവന്റെ പുതിയ പേന നീ അറിയാതെ ചവിട്ടിപ്പൊട്ടിച്ചു പോയി. അതവൻ കണ്ടിട്ടും നിന്നെ വഴക്ക് പറയാനോ ചോദിക്കാനോ വന്നില്ല. കാരണം അവൻ അറിയാമായിരുന്നു അത് നീ മനഃപൂർവ്വം ചെയ്തതല്ല, നീ അറിയാതെ ചവിട്ടിപ്പോയതാണെന്ന്. അതെല്ലാം മറന്ന് നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൻ വന്നതല്ലേ, അതുകൊണ്ട് അവനോട് ക്ഷമിക്കൂ ജോമി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ക്ഷമിക്കാനും മറക്കാനും ഉള്ളതാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കണം. ജോമി, ജോമി, ഇവിടെ വന്നേ. എന്താ ഡാഡി വിളിച്ചത്? നീ പപ്പയുടെ മൊബൈലിൽ ടോക്ക് ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളിപ്പോ ടോക്ക് ടോക്കിലെ സ്റ്റാർ അല്ലേ, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ മോളെ? സോറി ഡാഡി, ഡാഡി എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. ഹേയ്, സോറി ഒന്നും പറയണ്ട. നിന്റെ കഴിവുകൾ പുറത്തേക്ക് കാണിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതെന്താണെങ്കിലും ഡാഡിയോടും മമ്മിയോടും പറയണം, പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഓക്കെ? എവിടെ വീഡിയോസ് ഒക്കെ ഡാഡി ഒന്ന് കാണട്ടെ. ശരിക്കും കാണണോ? എന്നാൽ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഒന്ന് ഓണാക്കിയേ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചേ. ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് കാണിച്ചു തരാം എത്ര ലൈക്കും കമന്റും ആണ് കിട്ടിയതെന്ന്. എഡിറ്റും ചെയ്തു, അപ്ലോഡും ചെയ്തു. ഇനി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ 500+ വ്യൂസ് ആയി. ഇന്നൊരു 10 മിനിറ്റിനുള്ളിൽ 1K+ ആകും. കൊള്ളാലോ, വെൽ ഡൺ മൈ ഗേൾ. ജോമി, നീ ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയായെന്ന് അറിയോ? വേഗം പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി, സ്കൂളിൽ പോകാനുള്ളതല്ലേ. ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാവാം. ജോമി, മൊബൈൽ തന്നേ, ഡാഡിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒരു മിനിറ്റ് ഡാഡി, പ്ലീസ്, ഇപ്പൊ തരാം. നിന്റെ ടോക്ക് ടോക്കിലുള്ള കളി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. വേഗം എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. എന്ത് പറ്റി ജോമി? എന്താ ഒരു സങ്കടം? എനിക്ക് ടോക്ക് ടോക്കിൽ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷേ അത്രയും വ്യൂസ് ഇപ്പോൾ ഇടുന്ന വീഡിയോക്ക് കിട്ടുന്നില്ല. ലൈക്കും കുറവാ. അതെന്താ? അത് നീ കഥയും പാട്ടും കവിതയും മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാ. എന്നെ കണ്ടുപഠിക്കും. ഞാൻ ഫിലിം റിവ്യൂസും ട്രോൾ വീഡിയോസും ചെയ്തല്ലേ ഒറ്റയടിക്ക് 2 മില്യൺ വ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ത് 2 മില്യൺ വ്യൂസോ? ജോമിയ, ടോമി, സ്റ്റാൻഡ് അപ്പ്. സംസാരമൊക്കെ പുറത്ത്. സംസാരിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, മനസ്സിലായോ? സോറി മിസ്.
ടോമി എവിടെ? അവിടെ റൂമിൽ മൊബൈലും പിടിച്ചിരിപ്പുണ്ട്. ഞാൻ എത്ര നേരമായിന്നറിയോ വിളിക്കുന്നു. കഴിക്കുകയും വേണ്ട പഠിക്കുകയും വേണ്ട. ഇന്ന് അവളുടെ ടീച്ചർ വിളിച്ചിരുന്നു. ക്ലാസ്സിൽ നിന്ന് അവളെയും ടോമിയെയും പുറത്താക്കിയെന്ന്. എന്തിന്? അവളും ടോമിയും കൂടി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ലൈക്സിനെയും ഷെയറിനെയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നെന്ന്. ആഹാ, വന്നു വന്ന് ക്ലാസ്സിലും ശ്രദ്ധിക്കാതെ ആയോ? എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും, പല വട്ടം. മതി, എല്ലാം ഇതോടെ നിർത്തിക്കോണം. ആദ്യം പഠിത്തം. എനിക്കറിയാം നീ കഴിവുള്ള കുട്ടിയാണെന്ന്. പക്ഷേ അത് വെറും ലൈക്കിന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെയായാൽ നിനക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ഇല്ലാതെ ഞാൻ എങ്ങനെ എന്റെ കഴിവുകൾ പുറത്തെടുക്കും? നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിന്റെ കഴിവുകൾ പുറത്തെടുക്കാനാണ് സ്കൂളിൽ ആനുവൽ ഡേ പോലുള്ള പ്രോഗ്രാംസ് വെക്കുന്നത്. അതിൽ പങ്കെടുത്ത് വിജയിക്കുക. അതിൽ നിനക്ക് റിയൽ ഓഡിയൻസിനെയും ഫോളോവേഴ്സിനെയും കിട്ടും. അത് മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത്. ഐ ആം സോ സോറി ഡാഡി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി.